ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച് ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരി 4-ന് വൈറ്റ് ഹൗസിൽ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച നടക്കും. അധികാരമേറ്റ ശേഷം ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുന്ന ആദ്യ വിദേശ നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസുമായുള്ള സംഘർഷത്തിൽ ഇസ്രയേലിനെ കൃത്യമായ പിന്തുണ നൽകിയിരുന്ന രാജ്യമാണ് അമേരിക്ക. നിലവിൽ ഹമസ് ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചകൾ നടപ്പാക്കാനുള്ള കാരണവും ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനത്തെ തുടർന്നുള്ള അതിവേഗ ചർച്ചകളാണ്. അധികാരമേൽക്കും മുമ്പ് ഹമസ് ബന്ദികളാക്കിയ ഇസ്രയേലികളെ വിട്ടയക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് US ധനസഹായം വെട്ടിക്കുറച്ചപ്പോൾ ആ പട്ടികയിൽ നിന്ന് ഇസ്രയേലിനെയും ഈജിപ്തിനെയും ഡൊണാൾഡ് ട്രംപ് ഒഴിവാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മികച്ച ബന്ധമാണ് ബൈഡൻ ഭരണകാലത്തും തുടർന്ന് ട്രംപ് അധികാരമേറ്റതിനു ശേഷവും അമേരിക്കയുമായി ഇസ്രയേൽ പുലർത്തുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വൈറ്റ് ഹൗസിലേക്ക് ആദ്യം ട്രംപ് ക്ഷണിക്കുന്നതും. ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യം വൈറ്റ് ഹൗസ് സന്ദർശിക്കാനെത്തുന്ന വിദേശ രാഷ്ട്രത്തലവൻ കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഫെബ്രുവരി 4-ന് ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസ് സന്ദർശിക്കും. ഇസ്രയേലിനെ പൂർണ്ണ പിന്തുണ തൻ്റെ ഭരണകാലത്തും ഉറപ്പാക്കുമെന്ന സന്ദേശം തന്നെയാണ് വൈറ്റ് ഹൗസിലേക്ക് ആദ്യം നെതന്യാഹുവിനെ ക്ഷണിച്ചതിലൂടെ ട്രംപ് ലോകത്തിന് നൽകുന്നതും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.